ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന പോകുവാനുള്ള ബാഗുമൊക്കെ റെഡിയായി വെളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വൈജു പറയുന്നുണ്ട്, എന്തായാലും നീ പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ, എനിക്കതിൽ ഒരുപാട് ബഹുമാനമുണ്ട് നിന്നോട്. എന്നാൽ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് വൈജു ചോദിക്കുകയാണ്. അപ്പോൾ അലീന മറുപടി പറയുന്നുണ്ട്, അതറിഞ്ഞിട്ട് മേഡത്തിന് എന്തിനാണ്? ഞാൻ എങ്ങോട്ട് പോയാലും ഇനി മേഡത്തിന് എൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ മേഡം. അച്ഛൻ എന്തായാലും എന്നെ ഒരു നല്ല വീട്ടിലേക്ക് പറഞ്ഞയക്കൂ. എന്തായാലും മേഡം എന്നെ തിരിച്ചു വിളിക്കാതെ ഞാൻ ഈ വീടിൻ്റെ പടി ചവിട്ടില്ല എന്നും പറഞ്ഞ് അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നെ എൻ്റെ പട്ടി വിളിക്കും നിന്നെ. ഈ ഒരു ദിവസത്തിനാടി ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. ഏതായാലും അത് നടന്നല്ലോ. ഇനി ബാലചന്ദ്രൻ ഈ വൈജയന്തിയുടെ കൺട്രോളിലായിരിക്കും. അങ്ങേരെ ഇനി ഞാൻ പറയുന്നതനുസരിച്ച് ഞാൻ വെച്ച് വിളമ്പി കൊടുക്കുന്നത് കഴിച്ച് മര്യാദയ്ക്ക് ഈ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളും. നീ ഇറങ്ങിപ്പോയല്ലോ, ഈ ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഒരുപാട് സന്തോഷിക്കുകയാണ്. എന്നാൽ രോഹിത് അലീന പോകുന്നത് കണ്ട് പൊട്ടിക്കരയുകയാണ്. ബബിതയും കൃഷ്ണയും വന്ന് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്കും സങ്കടമുണ്ട്, എന്നാൽ ഞങ്ങൾക്കറിയാതെ ഇതേപോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അലീന ചേച്ചിക്ക് വേണ്ടിയാണ്. ഞങ്ങൾക്കറിഞ്ഞ ചേച്ചിക്ക് ഒരുപാട് സങ്കടമാവും. ചേച്ചി ഈ വീട്ടിൽ നിന്ന് സന്തോഷത്തോടു കൂടി വേണ്ട യാത്രയാക്കാൻ എന്ന് പറയുകയാണ് ബബിത. അപ്പോഴേക്കും ബാലേന്ദ്രൻ അലീനയും കൊണ്ട് വളരെ ദൂരേക്ക് കാറുമായി പോയിരുന്നു. വൈജയന്തി ആണെങ്കിൽ അലീന പോയ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പോസ്റ്റ് വീട്ടിലേക്ക് വരുന്നത്. അത് തുറന്നു നോക്കിയ വൈജയന്തി ആകെ ഷോക്കായി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ അയച്ച ഡിവോഴ്സ് നോട്ടീസ് ആയിരുന്നു അത്. അയാൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാണ് അലീനയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ അയാൾ തീരുമാനിച്ചത് എന്നൊക്കെ ആലോചിച്ച് ആകെ തല പുകഞ്ഞിരിക്കുകയാണ് വൈജയന്തി. അതിനുശേഷം ബബിതയുടെ രോഹിത്തിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് വൈജ, നിങ്ങൾ കൂടി അറിഞ്ഞിട്ടാണോ ബാലചന്ദ്രൻ എനിക്കെതിരെ അയച്ച ഡിവോഴ്സ് നോട്ടീസാണിത്. അങ്ങേർക്കെങ്ങനെ എന്നെ തീർത്തും വേണ്ടാതായി? അതിന് കാരണം എന്താടി എന്ന് വൈജ ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഇത്രയും കാലം അതിന് കാരണം അലീന ചേച്ചിയാണെന്നല്ലേ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരിവിടെ നിന്ന് പോയി കഴിഞ്ഞു. എന്നിട്ടും അച്ഛൻ അമ്മയെ വേണ്ടെന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ കയ്യിലിരിപ്പുകൊണ്ട് മാത്രമാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഞാൻ എന്താടാ അതിന് മാത്രം അദ്ദേഹത്തോട് ചെയ്തത്? 25 വർഷം ഭർത്താവിൻ്റെ മക്കളുടെ കാര്യം മാത്രം നോക്കി ഒരു കുറവും കൂടാതെ ഞാനിവിടെ ജീവിച്ചില്ലേ? അതാണോടാ ഞാൻ ചെയ്ത തെറ്റ്? ഇപ്പോൾ എൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോയെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാകും. അതുകൊണ്ട് അലീനെ പോലുള്ള പെണ്ണുങ്ങളെ മതി അയാൾക്ക്. അതല്ലേടാ സത്യം. അല്ലാതെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നിങ്ങനെ വൈജയന്തി മറുപടി പറഞ്ഞു. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ആര് പറഞ്ഞു അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന്? എൻ്റെ അച്ഛനാണ് വളരെ പാവം. മുൻകോപിയായ അമ്മയെ മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും കാലം അച്ഛൻ സഹിച്ചത്. അമ്മയ്ക്ക് വലുത് അമ്മയുടെ തന്നിഷ്ടങ്ങളും ദുർവാശിയും ഒക്കെ തന്നെ ആയിരുന്നില്ലേ? ഇത്രയും കാലത്തിനിടയ്ക്ക് അമ്മ അച്ഛനോട് സ്നേഹത്തോടെ ഒരു വാക്കുപോലും സംസാരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ അമ്മയെ സഹിച്ച് നമ്മുടെ അച്ഛന് മതിയായി. അതിന് വെറുതെ അലീന ചേച്ചിയെ പഴിചാരണ്ട. ഇനിയെങ്കിലും അമ്മ അച്ഛനെ ബഹുമാനിച്ചൊക്കെ നിൽക്കുവാണെങ്കിൽ ഈ ഡിവോഴ്സിൽ നിന്ന് അമ്മയ്ക്ക് രക്ഷപ്പെടാം എന്നിങ്ങനെ പറയാണ് ബബിത. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എടി അതിന് ഈ വൈജയന്തിനെ ആരും സഹിച്ച് ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല. ബാലചന്ദ്രന് എന്നെ ഡിവോഴ്സ് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ അത് നടക്കട്ടെ, എനിക്കതിൽ യാതൊരു സങ്കടവുമില്ല എന്നിങ്ങനെ വൈജ പറയുമ്പോൾ, ഇത്രയും നാളും അമ്മയെ സഹിച്ച അച്ഛന് ഒരു അവാർഡ് കൊടുക്കണം. അച്ഛൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മുടെ അമ്മയെ ഡിവോഴ്സ് ചെയ്തിട്ട് എന്നെ പോയേനെ എന്ന് പറഞ്ഞ് കൃഷ്ണ കളിയാക്കുകയാണ്. എന്താടി നീ പറഞ്ഞത്? വന്ന് ആരോടും എന്ത് തർക്കത്തുരം പറയാന്നായോ? ഞാൻ നിങ്ങളുടെ അമ്മയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജ കൃഷ്ണനെ തല്ലാനായിട്ട് കൈ ഉയർത്തുകയാണ്. നീ ഇങ്ങ് വാ കൃഷ്ണേ, ഒരിക്കലും അമ്മയുടെ തല്ല് നീ കൊള്ളണ്ട. നമ്മുടെ അമ്മ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഒരു കാര്യം അമ്മ ഓർത്തോ, അമ്മ അച്ഛനെയും അലീന ചേച്ചിയെയും പറ്റി എന്തൊക്കെ കുറ്റങ്ങൾ ആരോപിച്ചത്. അങ്ങനെ മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ അതേ തെറ്റ് അമ്മ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാ. അങ്ങനെ പറഞ്ഞിട്ട് രോഹിത് അവിടെ നിന്ന് പോയി. രോഹിത്തിൻ്റെ സംസാരം കേട്ടിട്ട് വൈജ ആകെ ഒന്ന് പകച്ചു നിൽക്കുകയാണ്. അവൻ എന്തുദ്ദേശത്തിലാണ് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത്? ഇനി അവനെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുകയാണ് വൈജയന്തി. ഇതേ സമയത്ത് ബാലേന്ദ്രൻ അലീനയെ കൊണ്ടുവിട്ടിട്ട് തിരികെ വീട്ടിലേക്ക് എത്തുവാണ്. അദ്ദേഹം വന്നാൽ ഉടനെ
ഡിവോഴ്സ് നോട്ടീസ് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് രണ്ടെണ്ണം ചോദിക്കണമെന്ന് തീരുമാനം എടുത്തിരിക്കുകയായിരുന്നു വൈജയന്തി. അലീന പോയ സങ്കടത്തിൽ ആകെ കലങ്ങിയ കണ്ണുമായിട്ടാണ് ബാലേന്ദ്രൻ വന്നത്. അപ്പോൾ വൈജു വന്നിട്ട് പറയുന്നുണ്ട്, കാമുകിയെ പിരിഞ്ഞിരിക്കാൻ പറ്റിയല്ലാത്ത അവസ്ഥയായിരിക്കും. തൻ്റെ ഭാര്യയായ ഞാൻ ഒരു ആക്സിഡൻറ്റ് പറ്റി കുറേ നാൾ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. അന്നൊന്നും നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടോ? ഞാനിവിടെ നിന്ന് പോകാമെന്ന് അവൾ വാക്ക് പറഞ്ഞ് ഇവിടെ നിന്ന് പോയപ്പോൾ എനിക്കിട്ട് ഇങ്ങനൊരു പണി തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അലീന പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ ഡിവോഴ്സ് നോട്ടീസ് ഈ ദിവസം തന്നെ എനിക്ക് അയച്ചത്. ഇതിലും ഭേദം അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കുന്നതായിരുന്നു. എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് അവളെ വിവാഹം ചെയ്ത് സുഖമായിട്ട് ജീവിക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ബാലേന്ദ്ര. അതിന് ഈ വൈജയന്തി ഒന്നുകൂടി ജനിക്കണം എന്നൊക്കെ പറഞ്ഞ് വൈജ പൊട്ടിത്തെറിക്കുകയാണ്. ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് വൈജയോട് തിരിച്ചു മറുപടി പറയാണ്, നിർത്തടി നീ. അലീന മോള് ഈ വീട്ടിൽ നിന്ന് പോയി. ഇനി അവളുടെ പേരും വെച്ച് അനാവശ്യമായിട്ട് എന്തെങ്കിലും ഈ വീട്ടിൽ പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് നിന്നെ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കോടതിയിൽ വെച്ച് വേണം എനിക്ക് നിന്നെ നല്ലപോലെ ഒന്ന് വിചാരണ ചെയ്യാൻ. നീ കാത്തിരുന്നോ എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ശരി, അവളെയും നിങ്ങളെയും പറ്റി ഞാൻ ഈ അനാവശ്യവും പറയാതിരിക്കാം. എന്നാൽ അവൾ ഈ വീട്ടിൽ നിന്ന് പോയ ഉടനെ തന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നത്? എൻ്റെ ഭാര്യയായി അംഗീകരിക്കാൻ നിങ്ങൾക്കിപ്പോൾ എന്താ ഇത്ര പ്രയാസം? 25 വർഷം നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിച്ചവളല്ലേ ഞാൻ. നിങ്ങൾ കെട്ടിയ താലി ഇപ്പോഴും എൻ്റെ കഴുത്തിൽ തന്നെ കിടപ്പുണ്ട്. അത് നീ മറന്നു പോകരുത് ബാലേന്ദ്ര. ഈ ഡിവോഴ്സിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. എൻ്റെ ഭർത്താവായിട്ട് നിങ്ങൾ ജീവിക്കണം. അത് മാത്രം മതി ഈ വൈജയന്തിക്ക്. അതിന് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അലീനയുടെ വിഷയം മറക്കാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ ആവശ്യപ്പെട്ടു വൈജ. എന്നാൽ ബാലചന്ദ്രൻ വൈജയ്ക്കരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ലടി, ഇനിയും പറ്റില്ല നിന്റെ ഭർത്താവായിട്ട് ഇങ്ങനെ ജീവിക്കാൻ. അതിനി ഈ ബാലേന്ദ്രനെ കൊണ്ട് ഒക്കത്തുമില്ല. നീ ഒറ്റയൊരുത്തി കാരണമാണ് ആ അലീന മോളെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് പറഞ്ഞുവിടേണ്ടി വന്നത്. അതിൻ്റെ കുറ്റബോധത്തിലിരിക്കുകയാണ് ഞാൻ. ഭാര്യയെ സ്നേഹിക്കണം, അത് ശരിയാണ്. പക്ഷേ നിന്നെപ്പോലെ ഒരുത്തിയെ സ്നേഹിക്കാൻ ഒരാൾക്കും പറ്റില്ല. ഇത്രയും കാലം ഞാൻ നിന്നോട് ക്ഷമിച്ച് ജീവിച്ചു. അതെൻ്റെ കയ്യിലെ തെറ്റ്. എൻ്റെ ഔദാര്യമായിട്ട് നീ അത് കൂട്ടിയാൽ മതി എന്ന് പറയാണ് ബാലേന്ദ്രൻ. വൈജി അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ക്ഷമിച്ചെന്നായി പറയുന്നത്? ഇത്രയും കാലം നിങ്ങളെ ഞാനല്ലേ സഹിച്ചത്? ഞാൻ എന്നെ വിവാഹം ആലോചിച്ച് വന്ന സമയത്തെ പറഞ്ഞതല്ലേ നിങ്ങളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ കല്യാണം വേണ്ടെന്ന് വെക്കാറുന്നല്ലോ. അന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറാതിരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് വൈജ. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, വൈജയന്തി, ഇനി എനിക്ക് ഒന്നും മറച്ചു വെക്കാനില്ല. എല്ലാ സത്യങ്ങളും തുറന്നു പറയാനുള്ള സമയമായി. അലീന മോള് ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പോയി കഴിഞ്ഞു. ഇനി അവള് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല. ഇനി എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം നീ മറുപടി പറഞ്ഞേ മതിയാകൂ വൈജയന്തി. കല്യാണത്തിന് മുമ്പ് ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി നീ ജീവിച്ചില്ലേ? നീ ഗർഭിണിയായില്ലേ? വിവാഹം കഴിക്കാതെ പിഴച്ച് പ്രസവിച്ചുള്ളല്ലേടി നീ. എന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് എന്നെയും അലീന മോളെയും ചേർത്ത് മോശമായി പറയാനായിട്ട് നിനക്ക് എന്ത് യോഗ്യതയാടി ഉള്ളത് എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പിൽ വൈജയന്തിയുടെ നാവ് പൊങ്ങിയില്ല. ഞാൻ ഈ കേൾക്കുന്നത് ബാലചന്ദ്രൻ ചോദിക്കുന്നത് തന്നെയാണോ, അതോ ഞാൻ വല്ല സ്വപ്നവും കാണുന്നതാണോ? അത് യാഥാർത്ഥ്യം തിരിച്ചറിയാനായിട്ട് വൈജയ്ക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. എന്താടി, നിന്റെ നാക്കിറങ്ങിപ്പോയോ? അതോ ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ ചിലപ്പോൾ ചിന്തിക്കുന്നത്. അതൊക്കെ നീ പിന്നീട് അറിഞ്ഞാൽ മതി വൈജി. ആദ്യം ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. കല്യാണത്തിന് മുമ്പേ നീ പിഴച്ച് പ്രസവിച്ചിട്ടുണ്ടെന്ന് കല്യാണം ആലോചിച്ച് വന്നപ്പോൾ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? ശരി, സമ്മതിച്ചു, അന്ന് നിനക്ക് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ വിവാഹം കഴിഞ്ഞു. 25 വർഷം ഒന്നിച്ച് ജീവിച്ചു. ഇത്രയും വർഷത്തിനോടിടയ്ക്ക് ഒരു ദിവസം പോലും നിനക്കിതെന്നോട് തുറന്നു പറയാൻ തോന്നിയില്ലല്ലോ. നീയും നിന്റെ വീട്ടുകാരും എന്നെ മനഃപൂർവ്വം ചതിക്കുമല്ലായിരുന്നോ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ നിന്നെ ഭാര്യയായി കണ്ട് സ്നേഹിക്കണം അല്ലേടി? അത്രയ്ക്കും വലിയ പുണ്യവാനൊന്നും അല്ല ഈ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ദേഷ്യപ്പെടുകയാണ്. ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോൾ വൈജയന്തിയുടെ മുഖത്തെ ആ വാശിയും തന്നിഷ്ടമൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. പകരം ബാലചന്ദ്രന് മുമ്പിൽ തോറ്റുപോയി തലകുനിച്ച് നിൽക്കേണ്ടി വന്നിരിക്കുകയാണ് വൈജയ്ക്ക്. എന്താടി, തല കറങ്ങുന്നത് പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചു കാണില്ലല്ലേ ഒരിക്കലും ഭർത്താവിൻ്റെ മുമ്പിൽ തോൽക്കേണ്ടി വരുമെന്ന്. അലീന മോളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ എന്നെ തോൽപ്പിച്ച് നീ ജയിച്ചു എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നല്ലോ.
നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ ഒരിക്കലും അറിയില്ലെന്ന് നീ കരുതിയോടി. അവിടെയാണ് വൈജയന്തി നിനക്ക് പിഴച്ചത്. ഒരുപാട് കാലമൊന്നും ഒരു കള്ളവും മറച്ചു വെച്ച് ജീവിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, സോറി ബാലേന്ദ്ര, എൻ്റെ അച്ഛൻ കുഞ്ഞിരാമ മേനോന്റെ പിടിവാശിയായിരുന്നു എന്നെ ഇതിലേക്ക് എത്തിച്ചത്. ബാലേന്ദ്രനെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എൻ്റെ അച്ഛനും ആങ്ങളമാർക്കും വേണ്ടിയാണ് ഇതെല്ലാം മറച്ചു വെച്ച് ഞാൻ അന്ന് ആ കല്യാണത്തിന് നിന്നുകൊടുത്തത് എന്നിങ്ങനെ വൈജ് പറയാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മതി, നിർത്ത്. എനിക്ക് നിന്റെ ന്യായീകരണങ്ങളൊന്നും കേൾക്കണ്ട. എല്ലാം കോടതിയിൽ വെച്ച് പറഞ്ഞാൽ മതി. അവിടെ എല്ലാവരും കേൾക്കേ. എന്നോട് ചെയ്ത പാപത്തിൻ്റെ ഫലം നീ അനുഭവിച്ചിട്ടേ പോകൂ. എൻ്റെ ഈ ശിക്ഷ എന്താണെന്ന് അറിയാൻ നീ കിടക്കുന്നതേ ഉള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ നീ അറിയും. അതെല്ലാം ഞാൻ നിന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോവാണ്.